ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഫോളോ ചെയ്യേണ്ട 5 മേജർ ടിപ്സ്, അതായത് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യേണ്ട 5 ടിപ്സിനെ പറ്റിയാണ് പറയുന്നത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന 5 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാം. റെഗുലറായിട്ട് നമ്മുടെ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുക. ഷുഗർ, പ്രഷർ, നമ്മുടെ വെയിറ്റ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ചെക്കപ്പിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം. ഒന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. നല്ല ആഹാരം കഴിക്കുക. ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരം ഒന്ന് മോണിറ്റർ ചെയ്യുക. എത്ര ശതമാനം നമ്മൾ നല്ല ആഹാരം കഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രോസസ്ഡായ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. 2, വെള്ളം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ശരീരം സ്ട്രോങ് ആക്കുകയും മനസ്സ് റിഫ്രഷ് ആക്കാനും ഒക്കെ ഈ വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ശുദ്ധമായ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഒരു 2-3 ലിറ്ററോളം വെള്ളമെങ്കിലും ദിവസവും നമ്മൾ കുടിക്കുന്നത് നമ്മുടെ ബോഡി ഡീടോക്സ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഫിസി ഡ്രിങ്ക്സും കാർബണേറ്റഡ് ഡ്രിങ്ക്സും ഒരുപാട് മധുരമുള്ള വെള്ളമൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. പോയിൻ്റ് നമ്പർ 3, നന്നായിട്ട് ഉറങ്ങുക. ഒരു മനുഷ്യൻ അത്യാവശ്യം 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും സുഖമായി ഉറങ്ങുന്നത് ശരീരത്തെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്നു. 4, നമ്മുടെ സ്ട്രെസ്സിൻ്റെ ലെവല് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. സ്ട്രെസ്സ് ഉള്ള ആളുകൾ എപ്പോഴും അൺഹെൽത്തി ആയിട്ടാണ് പോവുക. അപ്പോൾ അതുപോലെ ഡീപ്പായിട്ടുള്ള ബ്രീതിങ് ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുകയോ മെഡിറ്റേഷനിലൂടെയോ യോഗയിലൂടെയോ അല്ലെങ്കിൽ സ്ട്രെസ്ഫുള്ളായ ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടൊക്കെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. 5-ാമത്തെ കാര്യം, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് നിരന്തരമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ബ്ലെസ്ഡ് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇതെല്ലാം നമ്മുടെ ഒരു ദിനചര്യയുടെ ഭാഗമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്